ഹലോ ഫ്രം ലേസ്, വീണ്ടും സ്വാഗതം. പുതിയ എപ്പിസോഡിന് വേണ്ടി എല്ലാവരും അക്ഷമരായി കാത്തിരിക്കുകയാണെന്ന് അറിയാം. അതിൻ്റെ മെയിൻ കാരണം ഫാത്തിമയുടെ സ്മൈലി കണക്ഷൻ എങ്ങനെ വർക്കൗട്ട് ചെയ്യുമെന്നുള്ള എക്സൈറ്റ്മെൻറ്റ് തന്നെ അല്ലേ. 8ാം എപ്പിസോഡിൻ്റെ പ്രൊമോ എല്ലാവരും കണ്ടു കാണുമല്ലോ. കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഹെവി ഇസ് ദ ഹെഡ്, അതാണ് പുതിയ എപ്പിസോഡ് ടൈറ്റിൽ. ഇത് കിരീടം ധരിക്കുന്നവൻ്റെ തലയ്ക്ക് കനമേറിയതാണ് എന്ന പ്രശസ്തമായ ചൊല്ലിൽ നിന്ന് എടുത്തതാണ്. എന്നാൽ ഫ്രം എന്ന സീരീസിൽ ഇത് സിംഹാസനത്തിലിരിക്കുന്ന ഒരു രാജാവിനെക്കുറിച്ചല്ല, മറിച്ച് ഒരു ടൗണിൻ്റെ ആകെ വിധി തൻ്റെ തോളിൽ ചുമക്കുന്ന ഒരു മനുഷ്യനെക്കുറിച്ചാണ്. അയാൾ വലിയ പ്രതീക്ഷകൾ അർപ്പിച്ച താലിസ്മാൻ തകിടുകൾ ആഗ്രഹിച്ച ഫലം നൽകിയില്ല. കൂടാതെ വെളിപ്പെടാൻ തുടങ്ങിയ രഹസ്യങ്ങൾ എല്ലാവർക്കും അതിജീവനത്തിലുള്ള അവസരം നൽകുന്നതിനേക്കാൾ കൂടുതൽ ഭീഷണിയായി മാറിയിരിക്കുന്നു. ഇപ്പോൾ ബോയ്ഡ് ടൗണിലെത്തിയതിനു ശേഷം എടുത്തൽ വെച്ച് ഏറ്റവും അപകടകരമായ ഒരു തീരുമാനത്തിന് മുന്നിൽ നിൽക്കുകയാണ്. അയാളെയും അയാൾക്കൊപ്പമുള്ളവരെയും നേരെ ടണൽ ശൃംഖലയുടെ ഹൃദയഭാഗത്തേക്ക് നയിച്ചേക്കാവുന്ന ഒരു തീരുമാനം. അവിടെ രാക്ഷസന്മാരും സത്യവും ഒരുമിച്ച് നിലനിൽക്കുന്നു. അങ്ങനെയെങ്കിൽ എല്ലാവരെയും അവരുടെ വീടുകളിലേക്ക് തിരികെ എത്തിക്കാനുള്ള അവസാനത്തെ ആ ഒരു അവസരത്തിനായി ബോയ്ഡിന് എത്രത്തോളം റിസ്ക് എടുക്കാൻ കഴിയും, നമുക്ക് നോക്കാം. അതിനു മുന്നേ പലർക്കും തോന്നിയൊരു സംശയം ക്ലിയർ ചെയ്യാം. 7ാം എപ്പിസോഡിൽ പറഞ്ഞില്ലേ 2 തിയറിയുടെ കാര്യത്തിൽ തീരുമാനമായെന്ന്. റാൻഡൽ കൗബോയ് മോൺസ്റ്റർ വിഷയം എന്താ സംഭവം എന്ന് വെച്ചാൽ, ഒരു ഫാൻ തിയറി കുറേ നാളായി കറങ്ങി നടപ്പുണ്ട്. സീസൺ 3ൽ ആംബുലൻസിലായി ടൗണിലേക്ക് എത്തിയ ആ രാത്രി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അന്ന് അവരെ രക്ഷിക്കാൻ ബോയ്ഡും റാൻഡലും ജിമ്മും ചേർന്ന് ശ്രമിക്കവേ റാൻഡൽ മോൺസ്റ്റേഴ്സിൻ്റെ പിടിയിൽപ്പെട്ടു. അവൻ മരിക്കുമെന്ന് ഉറപ്പിച്ചൊരു സന്ദർഭമായിരുന്നു അത്. എന്നാൽ മോൺസ്റ്ററുകൾ കൊന്നില്ല, മറിച്ച് കോളിൻ ഹൗസിന് മുന്നിൽ തന്നെ കൊണ്ടിട്ടു, മുഖത്തും കഴുത്തിലും നല്ല മുറിവൊക്കെ ആക്കിക്കൊണ്ട്. ഇത്രയും രാക്ഷസന്മാരുടെ ഇടയിൽപ്പെട്ടിട്ടും കൊല്ലാതെ വിട്ടത് ഒരു അത്ഭുതമായിരുന്നെങ്കിലും പിന്നീട്, പ്രത്യേകിച്ച് ഈ 4ാം സീസണിലെത്തിയപ്പോഴേക്കും റാൻഡലിൻ്റെ ഒരു സ്റ്റൈൽ പ്രേക്ഷകർ നോട്ടീസ് ചെയ്യാൻ തുടങ്ങി. അവൻ മിക്കപ്പോഴും ബെൽറ്റിലായി കൈവയ്ക്കുന്ന ഒരു സ്റ്റൈൽ. ഇത് മുന്നേ സ്ഥിരമായി കണ്ടത് മോൺസ്റ്റേഴ്സിലെ തൊപ്പിവെച്ച് ഉലാത്തുന്ന ഈ കൗബോയിലായിരുന്നു. ഈ റാൻഡലിൻ്റെ അന്നത്തെ ആ ഒരു അറ്റാക്കിന് ശേഷം കൗബോയ് മോൺസ്റ്ററെ പിന്നീട് കണ്ടിട്ടില്ലെന്ന നിഗമനത്തിൽ വന്ന തിയറിയാണ് ആ ഒരു അറ്റാക്കിൽ റാൻഡൽ കൊല്ലപ്പെട്ടു. എന്നിട്ട് അവൻ്റെ രൂപമെടുത്ത് കൗബോയ് മോൺസ്റ്റർ ആണ് ഒരു ജാറിനെ പോലെ ഇവർക്കിടയിൽ കൂടിയിരിക്കുന്നത് എന്ന്. അതിലൂടെ പല നീക്കങ്ങളും കൃത്യമായി വീക്ഷിച്ച് ഒരു ടൈം എത്തുമ്പോൾ കുറുക്കിട്ട് കൊട്ടാമെന്ന പ്ലാനിൽ. എന്നാൽ റീസെൻ്റ് എപ്പിസോഡിൽ ഒടുക്കം നമ്മൾ ഇതേ കൗബോയ് മോൺസ്റ്ററെ കാണുകയും ചെയ്തു, കെന്നി ബസ്സിന് മുകളിൽ നിൽക്കുമ്പോഴും എല്ലാം. അതോടെ ഈ തിയറി തെറ്റാണെന്ന് മനസ്സിലായി. അതാണ് പറഞ്ഞത്. ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പോൾ 8th എപ്പിസോഡ്, അതിൽ സിനോപ്സിസിൽ പറയുന്നത് ഒരു അപകടകരമായ പ്ലാൻ രൂപപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ എല്ലാവരെയും അവരുടെ വീടുകളിലേക്ക് തിരികെ എത്തിക്കാനുള്ള ഒരവസരത്തിനായി ബോയ്ഡിന് എത്രത്തോളം റിസ്ക് എടുക്കാൻ കഴിയും? ആ അപകടകരമായ പ്ലാൻ ടണലിലേക്ക് ഇറങ്ങുക എന്നതാണ്. അതേസമയം ഫാത്തിമയും ഹെൻറിയും വ്യത്യസ്തമായ 2 വഴിത്തിരിവുകൾക്ക് മുന്നിൽ നിൽക്കുന്നു. ഇവിടെ അവർ ഫാത്തിമയെക്കുറിച്ചും സ്മൈലിയെ നിയന്ത്രിച്ചതിന് ശേഷമുള്ള അവളുടെ വിധിയെക്കുറിച്ചും സംസാരിക്കുന്നു. ഹെൻറിയെ സംബന്ധിച്ചിടത്തോളം മരണമാണ് പുറത്തുകടക്കാനുള്ള ഏക മാർഗം എന്ന ചിന്തയിൽ അലനിരികയല്ലാതെ മറ്റൊരു വഴിയില്ല. വിക്ടർ താബിത്തയും ഈതനെയും ഏറ്റവും മോശമായ അവസ്ഥ നേരിടാനും കൂട്ടക്കൊലയുടെ ദിവസത്തിനായി തയ്യാറെടുക്കാനും സഹായിക്കുന്നുവെന്ന് ഈ സംഗ്രഹം വ്യക്തമാക്കുന്നു. ഗ്യാസ് സ്റ്റേഷന് സമീപം ബോയ്ഡും കെന്നിയും നിൽക്കുന്നതിലൂടെയാണ് ട്രെയിലർ ആരംഭിക്കുന്നത്. അവിടെ ബോയ്ഡ് കെന്നിയോട് പറയുന്നു, നമ്മൾ ടണലിലേക്ക് ഇറങ്ങാൻ പോവുകയാണെങ്കിൽ നമ്മളത് ശരിയായ രീതിയിലും തെറ്റുകൾ വരുത്താതെയും ചെയ്യണം. ഇത് കഴിഞ്ഞ എപ്പിസോഡിൽ കെന്നിക്ക് സംഭവിച്ചതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തോട്ടം കൊണ്ടുള്ള ആ പരീക്ഷണത്തിൻ്റെ ഫലത്തിനായി കാത്തു നിൽക്കാതെ വേഗത്തിലായിരിക്കാൻ ബോയ്ഡ് കെന്നിയോട് ആവശ്യപ്പെട്ടിരുന്നു. കാരണം അവൻ ചെയ്യേണ്ടിയിരുന്നത് രാക്ഷസനെ കുത്തിയിട്ട് ഓടുക മാത്രമായിരുന്നു. എന്നാൽ കെന്നി കാത്തു നിന്നതുകൊണ്ട് അവസാന നിമിഷം ഫാത്തിമ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അവൻ മരിച്ചേനെ. കെന്നിയോട് സംസാരിക്കാനിടയിൽ പെട്ടെന്നൊരു വെടിവെച്ച് കേട്ട് ബോയ്ഡ് തിരിഞ്ഞു നോക്കുന്നുണ്ട്. മുമ്പ് ഇതുപോലെ അപ്രതീക്ഷിതമായ വെടിശബ്ദം ബോയ്ഡ് കേട്ടത് ആബിയുടേതാണ്. ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇത് ഹെൻറിയോ അക്കോസ്റ്റയോ ആണെന്ന് പലരും കരുതിയേക്കാം. പക്ഷേ ഒരു കാര്യം നോക്കിയാൽ ടൗണിലിപ്പോൾ വെടികൊണ്ടുള്ള ഏക വ്യക്തി ബോയ്ഡ് മാത്രമാണെന്ന കാര്യം അറിയാമല്ലോ. നിങ്ങളിവിടെ കെന്നിയെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ബോയ്ഡ് വെടിവെച്ച് കേട്ടപ്പോൾ കെന്നിക്ക് യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. ഇവിടെ ബോയ്ഡിൻ്റെ ഹാലുസിനേഷനുകൾ അഡ്വാൻസ് ഘട്ടങ്ങളിൽ എത്തിയിരിക്കുന്നു എന്ന് തോന്നുന്നു. അയാൾ വെടിവെച്ചുകൾ വരെ കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു. മുമ്പത്തെ എപ്പിസോഡുകളിൽ അയാൾ കണ്ടതോ സങ്കല്പിച്ചതോയ അതേ കാര്യം തന്നെയാണ് ഇവിടെയും സംഭവിക്കാൻ പോകുന്നത്. ആ റിംഗ് സീനും പ്രൊജക്ടർ സീനുമൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിനാൽ വെടിവെച്ചുള്ള ശബ്ദം പണ്ട് ആബി ഗ്രാമവാസികളെ കൊല്ലാൻ തുടങ്ങിയ സംഭവം ബോയ്ഡിൻ്റെ മനസ്സിൽ വരുന്ന സിറ്റുവേഷൻ ആയിരിക്കാതെ. ബോയ്ഡിനിപ്പോൾ കൂടുതൽ ഹാലുസിനേഷൻസ് വരികയാണ്. കാരണം ടൗൺ ഇപ്പോൾ ബോയ്ഡിന് മേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുകയാണ്. പ്രത്യേകിച്ചും പുറത്തു കടക്കാനുള്ള പരിഹാരം ആംഗ്യൂക്യൂട്ടിക്കൽ അസ്ഥികൾ പുറത്തെടുക്കുന്നതിലൂടെ ആയിരിക്കാം എന്ന് ബോയ്ഡ് സ്റ്റീവൻസ് എല്ലാവരോടും വെളിപ്പെടുത്തിയതിന് ശേഷം പാർക്കിൻസൺസ് കൂടുതൽ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ക്രിസ്റ്റി ബോയ്ഡിനോടായി വിഷൻസും ഹാലുസിനേഷൻസും വീണ്ടും തിരിച്ചു വന്നോ എന്ന് ചോദിച്ചപ്പോൾ ബോയ്ഡ് പറഞ്ഞത് ഒരു തവണ മാത്രം എന്നാണ്. അതായത് അയാൾ റിംഗ് കണ്ടപ്പോൾ. പക്ഷേ 2 തവണ എന്ന് പറഞ്ഞില്ല, കാരണം പ്രൊജക്ടറിലും തൻ്റെ ഭാര്യ കണ്ടിരുന്നു. അടുത്ത ഷോട്ടിൽ കോളനി ഹൗസിലെ താമസക്കാർ റോജറിൻ്റെ മൃതദേഹം കത്തിക്കുന്നതാണത്. ചിത ആളിക്കത്താൻ 2 പേർ പെട്രോളൊക്കെ കൊണ്ടുവയ്ക്കുന്നുണ്ട്. ഇതിന് പിറകിലായി സോഫിയ ദൂരെ നിന്ന് ഒന്ന് നിരീക്ഷിക്കുന്നത് നമ്മൾ കാണുന്നു. ഇതുമായി ബന്ധപ്പെട്ടൊരു തിയറി ഉണ്ട്. നിങ്ങളെല്ലാം ശ്രദ്ധിച്ചോ എന്നറിയില്ല.
പക്ഷേ റോജറിൻ്റെ മൃതദേഹം കത്തിക്കുമ്പോൾ അയാളുടെ ആത്മാവ് മോചിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് ആ ഒരു സിദ്ധാന്തം. മരിയയിലായിരിക്കും ഇത് കണ്ടെത്തുക. എങ്ങനെയെന്നാൽ അയാളുടെ ആത്മാവ് ഇനി ഇവിടെയില്ലെന്ന് അവൾ മനസ്സിലാക്കുകയും തൽഫലമായി കുട്ടികളെ മോചിപ്പിക്കാൻ അവരുടെ അസ്ഥികൾ കത്തിക്കണമെന്ന് അവർ മനസ്സിലാക്കും. സത്യം പറഞ്ഞാൽ ഈ ഒരു സിദ്ധാന്തം ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നു. പക്ഷേ ഇത് പരിഹാരമാണെന്ന് തോന്നുന്നില്ല. കാരണം പരിഹാരം റിമെയിൻസ് കത്തിക്കുന്നതിലല്ല, മറിച്ച് ഈ സ്ഥലത്തെ പരാജയപ്പെടുത്തുന്നതിലാണ്. അപ്പോൾ മാത്രമേ ടൗണിലെ എല്ലാ മരിച്ചവരുടെ ആത്മാക്കൾ മോചിക്കപ്പെടുകയുള്ളൂ. അടുത്ത രംഗത്തിൽ ബോയ്ഡ്, എല്ലിസ്, ഫാത്തിമ, ഡോണ എന്നിവരുടെ ഒരു മീറ്റിംഗ് നമ്മൾ കാണുന്നു. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനത്തെക്കുറിച്ചും ഫാത്തിമ എങ്ങനെയാണ് സ്മൈലിയെ തടഞ്ഞത് എന്നതിനെക്കുറിച്ചും അവർ ചർച്ച ചെയ്യുന്നു. ഇവിടെ ഫാത്തിമ ബോയ്ഡിനോട് വ്യക്തമാക്കുന്നു, താൻ കെന്നിയെ കണ്ടതുപോലല്ല, മറിച്ച് താൻ അവിടെ ഉണ്ടായിരുന്ന പോലെയായിരുന്നു. സ്മൈലിയുടെ കാണാനും അനുഭവിക്കാനും അവനെ നിയന്ത്രിക്കാനും കഴിഞ്ഞിരുന്നു. അപ്പോൾ എല്ലിസ് ഫാത്തിമയോട് പറയുന്നു കാണിച്ചു കൊടുക്കാനായിട്ട്. ഇവിടെ താൻ എങ്ങനെയാണ് സ്മൈലിയെ നിയന്ത്രിക്കുന്നതെന്നും അവനിലൂടെ കാണുന്നതെന്നും അവൾ ബോയ്ഡിന് കാണിച്ചു കൊടുക്കുമോ? നമുക്ക് ലഭിച്ച ചിത്രങ്ങളുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ടോ? അതിൽ എല്ലിസും ഫാത്തിമയും തങ്ങളുടെ ബാഗുകൾ പാക്ക് ചെയ്യുന്നുണ്ട്. ആദ്യം കരുതിയത് ഫാത്തിമയാണ് തീരുമാനം എടുത്തതെന്നാണ്. കാരണം സ്വാഭാവികമായും എല്ലിസ് തീരുമാനങ്ങൾ എടുക്കാറില്ല. ഫാത്തിമ പക്ഷേ കോളനി ഹൗസിലെ താമസക്കാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാമെന്ന് കരുതുന്നുണ്ടാകും. അതുകൊണ്ടാണ് അവൾ അവിടെ നിന്ന് അകന്നു പോകാൻ ശ്രമിക്കുന്നത്. കാരണം കഴിഞ്ഞ എപ്പിസോഡിൻ്റെ പ്രൊമോ ബ്രേക്ക് ഡൗണിൽ നമ്മൾ പറഞ്ഞ പോലെ ഒരുപക്ഷെ സ്മൈലിയും ഫാത്തിമയും തമ്മിലുള്ള ബന്ധം ഇരുവശത്തേക്കും പ്രവർത്തിക്കുന്നുണ്ടാകാം. ഫാത്തിമയ്ക്ക് സ്മൈലി അനുഭവപ്പെടുന്നത് പോലെ അവൻ അവളെയും അനുഭവപ്പെടുന്നുണ്ടാകാം. അതായത് കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ കണ്ടതുപോലെ ഫാത്തിമ സ്മൈലി തടഞ്ഞു. അങ്ങനെയെങ്കിൽ സ്മൈലിക്ക് അവളെയും സ്വാധീനിക്കാൻ കഴിഞ്ഞേക്കുമെന്നും ഒരുപക്ഷെ കോളനി ഹൗസിൽ എന്തെങ്കിലും വലിയ അപകടം വരുത്തിവെക്കാൻ അത് ഇടയാക്കുമെന്നും ഫാത്തിമ ഇപ്പോൾ കരുതുമോ? കാരണം സ്മൈലി അവളുടെ വയറ്റിലായിരിക്കുമ്പോൾ പോലും ഫാത്തിമ ടില്ലിക്കെതിരെ ശത്രുതയോടെ പെരുമാറാൻ അവൻ കാരണക്കാരനായി എന്ന് നമ്മൾ കണ്ടു. എന്തായാലും ചിത്രങ്ങൾ കണ്ടിട്ട് ഫാത്തിമയും എല്ലിസും കോളനി ഹൗസിൽ നിന്ന് ഇറങ്ങി ബോയ്ഡിനൊപ്പം താമസിക്കാൻ മാറുമായിരിക്കും. അല്ലെങ്കിൽ ഒരു പള്ളി അവിടെ കഴിഞ്ഞ് കിടക്കുന്നുണ്ടല്ലോ. ഒരു കാര്യം നോക്കിയാൽ ഫാത്തിമ ഇപ്പോൾ എല്ലാ സീസണിലും ബാണ്ടക്കെട്ടൊക്കെ എടുത്തിറങ്ങുന്നത് സ്ഥിരമാക്കിയിരിക്കുകയാണല്ലോ. ആത്യന്തികമായി സ്മൈലിയുടെ ഈ ഒരു കണക്ഷൻ ബോയ്ഡിൻ്റെ പ്ലാനിൽ ഒരു പ്രധാന കീ ആയിരിക്കും. കാരണം ഇപ്പോൾ നമുക്ക് ടണൽ പോലും പ്രവേശിക്കാതെ മോൺസ്റ്റേഴ്സിനെ അടുത്തറിയാനും പഠിക്കാനുമുള്ള സാധ്യതയ്ക്ക് മുന്നിലാണ്. വരാനിരിക്കുന്ന യുദ്ധത്തിൽ സ്മൈലി ബോയ്ഡിൻ്റെ കണ്ണുകളായിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ബോയ്ഡ് രാക്ഷസന്മാരിൽ ഒരാളെ പിടികൂടാനുള്ള തൻ്റെ പഴയ പ്ലാൻ നടപ്പിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിലവിലെ കണക്ഷനെല്ലാം വെച്ചിട്ട് സ്മൈലി തന്നെയായിരിക്കും ചോദ്യം ചെയ്യാൻ പോകുന്നത് എന്ന് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു. ഈ രാക്ഷസന്മാരിൽ ഒരാളെ സംസാരിപ്പിക്കാൻ ബോയ്ഡ് എങ്ങനെ തരപ്പെടുത്തുമെന്ന് ആലോചിച്ച് മുന്നേ അതിശയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ സ്മൈലിയും ഫാത്തിമയും തമ്മിലുള്ള ബന്ധം വഴി കാര്യം എളുപ്പമായിരിക്കുകയാണ്. നെക്സ്റ്റ് ഷോട്ടിൽ അടുത്ത ട്രാജഡി സൈക്കിളിനായി തന്നെ പരിശീലിപ്പിക്കാനും തയ്യാറാക്കാനും വിക്ടറിനെ അനുവദിക്കണമെന്ന് ഈദൻ തബീത്തയോട് ആവശ്യപ്പെടുന്നത് നമ്മൾ കാണുന്നു. തനിച്ചാണെങ്കിൽ എങ്ങനെ ജീവിക്കണമെന്ന് അറിയാൻ വേണ്ടിയാണത്. എന്നാൽ തബീത്ത പറയുന്നു അവനൊരിക്കലും തനിച്ചായിരിക്കില്ല എന്ന്. അതിന് ഈദൻ മറുപടി നൽകുന്നു, അമ്മയ്ക്കത് അറിയില്ല. വിക്ടറിൻ്റെ അനുഭവത്തിലൂടെയും ടൗണിലെ ആവർത്തിച്ചുള്ള സൈക്കിളുടെ വിഷയത്തിലൂടെയും ഈദനിത് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം വിക്ടർ കാണുന്നത് ഓരോ സൈക്കിളിലും തബീത്ത അല്ലെങ്കിൽ മിറാണ്ട ഗ്രാമത്തിലേക്ക് മടങ്ങി വരുമ്പോൾ 2 കുട്ടികളുമായി വരുന്നു. ഒടുക്കം മകൻ മാത്രം അതിജീവിക്കുകയും തനിച്ച് ജീവിക്കുകയും ചെയ്യുന്നു. ഒരു കാര്യമൊന്ന് ഇരുത്തി ചിന്തിച്ചാൽ നമുക്ക് പറയാം, ഇത് തെറ്റാണ് വിക്ടർ. കാരണം കഴിഞ്ഞ സൈക്കിൾ നീ ജീവനോടെ ഇരുന്നതിന് കാരണമേ ജൂലിയാണ്. മുമ്പ് നമ്മൾ കണ്ടതുപോലെ ജൂലി ആ ദുരന്തത്തിൻ്റെ സമയത്തേക്ക് സ്റ്റോറി വാക്കിംഗ് ചെയ്ത് മാനി യെല്ലോ സ്യൂഡിനെ കണ്ടുമുട്ടിയത് കൊണ്ടാണ് വിക്ടർ ജീവിച്ചത്. കാരണം വിക്ടറിൻ്റെ ഇപ്പോഴത്തെ ആ ഒരു പേടി സ്വപ്നം അന്ന് ജൂലിയെ കണ്ടെത്താൻ ആഗ്രഹിച്ചു. ആ ഒരു സ്ഥലം വിട്ട് അവളെ തിരയാൻ കാട്ടിലേക്ക് പോയി. അതുകൊണ്ടാണ് ബേസ്മെന്റിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ വിക്ടർ മഞ്ഞ സൂട്ട് ധരിച്ച മനുഷ്യനെ കാണാതിരുന്നത്. കാരണം സംഭവങ്ങളുടെ ക്രമം നോക്കുമ്പോൾ മിറാണ്ട രാത്രിയിൽ സ്മൈലിയുടെ കൈകളാൽ കൊല്ലപ്പെട്ടു. രാവിലെ വിക്ടർ പുറത്തിറങ്ങിയപ്പോൾ മൃതദേഹങ്ങളല്ലാതെ മറ്റൊന്നും കണ്ടില്ല. അവൻ തൻ്റെ അമ്മയെ തിരിഞ്ഞ് കാട്ടിലെ ബോട്ടിൽ ട്രീക്കടുത്തേക്ക് എത്തി. ആ സമയത്ത് അവിടെ മാനിനെല്ലോ മിറാണ്ടയെ തിന്നുന്നത് കണ്ടു. കാരണം അല്പം മുമ്പ് പറഞ്ഞതുപോലെ ഈ എൻറ്റിറ്റി ജൂലിയെ തിരയാൻ കാട്ടിലേക്ക് പോയിരുന്നു. ആ സമയത്ത് അവൻ മിറാണ്ടയുടെ മൃതദേഹം കണ്ടെത്തി അത് ഭക്ഷിച്ചു. ഈ വിക്ടറിനെ ജീവനോടെ വിട്ടതാണ് മാനിനെല്ലോ ചെയ്ത ആദ്യത്തെ തെറ്റ്. കാരണം എല്ലാം അറിയാം എന്നൊന്നും പറയുന്നില്ല, ഒരു ഗുണവുമില്ല ബാക്കിയുള്ളവരെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട്. ഇപ്പോൾ വിക്ടർ ഈദനെയും തബീത്തയും ഏറ്റവും മോശമായ അവസ്ഥയ്ക്കായി തയ്യാറാക്കാൻ ശ്രമിക്കുകയാണ്. എപ്പിസോഡ് സിനോപ്സിസിൽ എന്തുകൊണ്ടാണ് ഈദനെ തബീത്തയും പരാമർശിച്ചതെന്നും ജൂലിയെ പരാമർശിക്കാത്തതെന്നും മുമ്പത്തെ ബ്രേക്ക് ഡൗണിൽ സൂചിപ്പിച്ച ഓർമ്മയുണ്ടോ? കാരണം ജൂലി കുറച്ച് സമയത്തേക്ക് ഔട്ട് ഓഫ് ഫോക്കസ് ആകാം. അതിനാൽ ഈ സ്റ്റോറി വാക്കിങ്ങിന് മുന്നിലെ ചേഞ്ച് ദ സ്റ്റോറി, കഥ മാറ്റുക എന്ന ആശയം അവളിലേക്ക് തന്നെ വീണ്ടും മടങ്ങി വരും. 3ാം സീസണിൻ്റെ അവസാനത്തിൽ നമ്മൾ കണ്ടതുപോലെ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഏതോ ഒരു സ്പെഷ്യൽ വീഡിയോയിൽ ജൂലിയുടെ സ്റ്റോറി വാക്കിങ്ങിനെ പറ്റി ഒരു തിയറി പറഞ്ഞിരുന്നു. ഓരോ കാലത്തുള്ളവരുടെയും വസ്ത്രത്തെ സംബന്ധിച്ചാണ് ജൂലി അതാത് കാലഘട്ടത്തിൽ എത്തുന്നതെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ എപ്പിസോഡിൽ തബീത്ത ജിമ്മിൻ്റെ വസ്ത്രങ്ങൾ നോക്കിയിരിക്കുന്നത് കണ്ടില്ലേ? അതിലായി ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ 3ാം സീസണിൻ്റെ അവസാന എപ്പിസോഡിൽ ജിം മരിക്കുന്ന നിമിഷത്തിലേക്ക് മടങ്ങാൻ ജൂലി ധരിച്ച അതേ നിറത്തിലുള്ള ഗ്രേ ആൻഡ് വൈറ്റ് ജാക്കറ്റ് നമുക്ക് കാണാം. ദാറ്റ് മീൻസ് ആ സമയം അടുത്തുകൊണ്ടിരിക്കുവാണ് അല്ലേ? ഇനിയും ക്ലിയർ ആയില്ലേ? അതായത് 4ാമത്തെ എപ്പിസോഡിൽ ജൂലി ഈ ഡ്രസ്സ് ധരിച്ചതിന് ശേഷം അവൾ നേരെ കൂട്ടക്കൊലയുടെ സമയത്തേക്ക് പോയി.
ആ ഒരു പ്രത്യേക ഷർട്ട് വിക്ടറിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന നിവാസികളിൽ ഒരാളുടേതാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. കാരണം 2ാം സീസണിൻ്റെ 3ാം എപ്പിസോഡിലായി ജൂലിയും ആളുടെ മോമും കുറച്ച് ഡ്രസ്സ് എടുക്കാനായി പഴയ വസ്ത്രങ്ങളുള്ള ഷെഡിലേക്ക് പോയിരുന്നു. ബിക്കോസ് അവരുടെ എല്ലാ സാധനങ്ങളും വീടിഴിഞ്ഞ് വീണപ്പോൾ അതിലായിപ്പോയി. ഈ ഷെഡിലുള്ള വസ്ത്രങ്ങൾ ഇവിടെ മുമ്പുണ്ടായിരുന്ന ആളുകളുടേതാണെന്ന് നമുക്കറിയാം. അങ്ങനെ അതെല്ലാം കൂട്ടിയിട്ട് അന്ന് വീട്ടിലേക്ക് തിരിച്ചെത്തിയ ശേഷവും ജൂലി വിക്ടറിൻ്റെ ഈ ഒരു സമയത്തേക്ക് യാത്ര ചെയ്തപ്പോൾ ഇട്ടിരുന്ന അതേ ഷർട്ട് ധരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഇതാരൊക്കെ ശ്രദ്ധിച്ചു എന്ന് പറ. സോ ഇവിടെയുള്ള ക്ലോത്ത്സ് സ്റ്റോറി വാക്കിനെ നിർണ്ണയിക്കുന്നു എന്ന തിയറി ഇപ്പോഴും ശക്തമായി തുടരുകയാണ്. എന്നാൽ അത് മാത്രമല്ല, ടൈം ട്രാവൽ നടത്താൻ സഹായിക്കുന്ന ഒരേ ഒരു കാര്യം വസ്ത്രങ്ങൾ മാത്രമല്ല. കാരണം മാർട്ടിനുണ്ടായിരുന്ന ആ തടവറയിൽ നിന്നെടുത്ത തീപ്പന്ത് ഉപയോഗിച്ചാണ് ബോയിഡ് ഇതേ രീതിയിൽ റൂയിൻസിലൂടെ യാത്ര ചെയ്തത്. ടോർച്ച് കത്തിച്ച് മ്യൂസിക് ബോക്സ് നിർത്താനായാൽ അതേ സ്ഥലത്തേക്ക് കൃത്യമായി മടങ്ങുകയും ചെയ്തു. അപ്പോൾ ഇതുപോലെ ചില പ്രത്യേക വസ്തുക്കൾ ഉപയോഗിച്ചും സ്റ്റോറി വാക്കിംഗ് നടത്താമെന്നതിൻ്റെ സൂചനയാണിത്. ഇതെല്ലാം ആ ഒരു സീരീസ് തീരാറായിട്ടും റിവീലാക്കാതെ വെച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യാനാ? ജൂലി ആദ്യമായി സ്റ്റോറി വാക്ക് നടത്തി മാർട്ടിനെ കണ്ടുമുട്ടിയത് ഓർമ്മയില്ലേ? അതിനുശേഷം ടണലിലേക്ക് പ്രവേശിച്ചപ്പോൾ അവളവിടെ ഒന്നിലധികം തവണയാണ് സമയത്തിലൂടെ യാത്ര ചെയ്തത്. ആദ്യമേ വീട് തകർന്ന ശേഷം വിക്ടറും തബീത്തയും ടണലിലൂടെ പോയിക്കൊണ്ടിരുന്നൊരു സമയത്ത്. രണ്ടാമത് തൊട്ടടുത്ത നിമിഷം തന്നെ കുട്ടികളെ ബലി നൽകുന്ന മൊമെൻറ്റിന് തൊട്ടടുത്ത് വരെ എത്തിയതായിരുന്നു. എന്നാൽ ഈതൻ കെന്നി അക്കോസ്റ്റ്യം കൊണ്ടുവന്നതിനാൽ ജൂലിക്കും നമുക്കും ആ ഒരു ബലി കാണാൻ കഴിഞ്ഞില്ല. കൃത്യം പുറത്തു വന്ന ഒരു നിമിഷം ജൂലിക്ക് പിറകിൽ ആരോ നിൽപ്പുണ്ടായിരുന്നു. ഇവിടെ മറ്റു കാര്യം നോക്കിയാൽ വിക്ടർ പറഞ്ഞ ത്യാഗത്തിൻ്റെ ഒരു കഥയില്ലേ? ആരോ ഒരാൾ ആൺകുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നതായും അതിലൂടെ അവർക്ക് പ്രതീക്ഷ നൽകിയതായും പറയുന്നുണ്ട്. ആ ഒരാൾ ചിലപ്പോൾ ജൂലി തന്നെയായിരിക്കാം. അതും ഇവിടേക്ക് വീണ്ടും എത്തുന്ന ഒരു മൊമെൻറ്റിൽ. കാരണം മാർട്ടിനെ ഇനിയും കണ്ടുമുട്ടാനുള്ള മറ്റൊരു സാഹചര്യം ഇപ്പോഴും പിന്നിക്കാണ്. വല്ലാണ്ടം കാടിയേറിപ്പോയില്ലേ? നമുക്ക് പ്രൊമോയിലേക്ക് മടങ്ങാം. ടൗണിൽ നിന്ന് ആർക്കും പുറത്തു കടക്കാൻ കഴിയാത്തതിൻ്റെ കാരണം ഇതുവരെ ആരും കഠിനവും അപകടകരവുമായ തീരുമാനങ്ങൾ എടുക്കാൻ തയ്യാറാകാത്തതാണെന്ന് ജെയ്ഡ് പറയുന്നത് നമ്മൾ കാണുന്നു. ഇത് എപ്പിസോഡിൻ്റെ സിനോപ്സിസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എല്ലാവരെയും അവരുടെ വീടുകളിലേക്ക് തിരികെ എത്തിക്കാനുള്ള അവസരത്തിനായി ബോയിഡിന് എത്രത്തോളം റിസ്ക് എടുക്കാൻ കഴിയും? ത്യാഗവും ദൃഢനിശ്ചയവുമില്ലാതെ വിജയമില്ല. അറിവിന് ഒരു വിലയുള്ളതുപോലെ കഠിനമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് അതിലും വലിയ വിലയുണ്ടായേക്കാം. ചുരുക്കം ചിലർക്ക് പുറത്തു കടക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ മരിച്ചേക്കാം. ഈ കാര്യമായിരിക്കാം ഹെവി ഹിസ് ദ ഹെഡ് എന്ന ടൈറ്റിൽ പറഞ്ഞതുപോലെ ബോയിഡിൻ്റെ തലയ്ക്ക് ഭാരമാകുന്നത്. ഫാത്തിമ പറഞ്ഞതിൽ നിന്ന് ബോയിഡ് എന്തോ മനസ്സിലാക്കിയതുപോലെയുള്ളൊരു രംഗവും നമ്മൾ കാണുന്നു. അത് മറ്റൊരു പ്രതീക്ഷ പോലെയാണ്. എന്നാൽ ആ പ്രതീക്ഷയ്ക്ക് മറുവശത്ത് അവർ നമുക്ക് ഡോണയെ തന്നു. ബോയിഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അവർ. താബീത്തയോടും ബോയിഡിനോടും പറഞ്ഞതുപോലെ പുതിയതായുള്ള എല്ലാറ്റിനെയും അവർ ഭയപ്പെടുന്നു. ഡോണയുടെ ഭയങ്ങൾ യാഥാർത്ഥ്യമാകുമോ? സെല്ലാർ വാതിലുകൾ തുറക്കുന്നത് ടൗണിൻ്റെ നരകവാതിൽ തുറക്കുന്നതിന് തുല്യമാകുമോ? അതിനുശേഷം നമ്മൾ ഹെൻറിയുടെ ഒരു ഷോട്ട് കാണുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നിന്ന് കുറച്ച് ആശ്വാസമുണ്ട്. കണ്ടില്ലേ പച്ചക്കറിയൊക്കെ അരയുന്നത്? മദ്യപാനം പൊടിക്കൊന്ന് നിർത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എങ്കിലും ഹാലുസിനേഷനുകൾ തുടർന്നേക്കാം. അയാൾ ഇനി എന്ത് ചെയ്യുമെന്നും പ്ലോട്ടിൽ പറഞ്ഞതുപോലെ ഫാത്തിമയിൽ നിന്നും വ്യത്യസ്തമായി ഹെൻറിയുടെ വഴി എങ്ങനെയായിരിക്കും എന്നും കാണാൻ വേണ്ടി വെരി എക്സൈറ്റഡ്. അടുത്ത രംഗത്തിൽ സോഫി എവിടെയായിരുന്നു ഈതൻ്റെ ഡ്രോയിങ്ങുകൾ കയ്യിൽ പിടിച്ചിരിക്കുന്നത് നമ്മൾ കാണുകയാണ്. ആ എവിടെ വന്നത് ഈതൻ്റെ മുറി തന്നെയാണ്, തബീത്തയുടെ വീട്ടിൽ. അവിടെ എങ്ങനെയായിരിക്കും ഇവിടേക്ക് കടന്നു വന്നിട്ടുണ്ടാകുക? എന്തായാലും ആ കണ്ടകശനി വീട്ടിൽ കയറിയപ്പോഴേ പണി വന്ന് തുടങ്ങുന്നുണ്ട്. അതാണ് നമ്മൾ ഈ കാണുന്നത്. തബീത്തയുടെ വീട്ടിലെ ആ ഫോൺ വീണ്ടും ചിലച്ചു തുടങ്ങുകയാണ്. മുന്നേ ജിം എടുത്തപ്പോൾ ഇതിൽ തോമസ് ആയിരുന്നു, മരിച്ചുപോയ മകൻ. പിന്നീട് ഈതൻ ഒരിക്കലെടുത്തപ്പോൾ അതിൽ മറ്റാരോ ഒരാൾ, അതും തബീത്ത വരുന്നതായി മുൻകൂട്ടി പറഞ്ഞു. ഇപ്പോൾ ഇനി ആരായിരിക്കും തബീത്തയോട് സംസാരിക്കാൻ പോകുന്നത്? ജിം മാത്യൂസ് ആണോ? അതോ ഇതേ തോമസ് ആയിരിക്കുമോ? ഇനി ഈ ഒരു സാഹചര്യത്തിലാണോ ജിമ്മിനെ മാനിനിയലോ കൊല്ലുന്നത് പോലെയുള്ള ആ ഒരു വിഷൻ അവളിൽ ഉണ്ടാകുന്നത്? എന്താകുമെന്ന് നോക്കാം. പ്രൊമോയുടെ അവസാന രംഗത്തിൽ ടണലുകളുടെ ഒരു മാപ്പ് തയ്യാറാക്കാൻ കഴിയാത്തതിനാൽ ജെയ്ഡ് ദേഷ്യപ്പെടുന്നത് നമ്മൾ കാണുന്നു. അവന് മിക്കവാറും ഫാത്തിമയുടെ സഹായം ആവശ്യമായി വരും. കാരണം ഇപ്പോൾ ഒരു മോൺസ്റ്ററിലൂടെ ടണലുകളെക്കുറിച്ച് അറിയാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി ഫാത്തിമയാണ്. ഇതിലൂടെ കഴിഞ്ഞ എപ്പിസോഡിൽ ബോയിഡ് പറഞ്ഞ പോലെ അവരുടെ എണ്ണം എങ്ങനെയാണെന്ന് അറിയാൻ അവർക്ക് കഴിയും. കഴിഞ്ഞ രാത്രിയിലെ സംഭവങ്ങൾ കാരണം ഈ ക്യാരക്ടേഴ്സിനെല്ലാം ഇടയിലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളും ഭിന്നതകളുമായിരിക്കും ഈ എപ്പിസോഡ് കൂടുതലായും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കോളനി ഹൗസുകാർ മനസ്സിലാക്കുന്നു, നിങ്ങളൊരു കാര്യത്തിൽ മേൽ സമ്മർദ്ദം ചെലുത്തിയാൽ അത് അതിലും ശക്തമായി നിങ്ങളുടെ മേൽ തിരികെ സമ്മർദ്ദം ചെലുത്തുമെന്ന്. അതിനാൽ സത്യം കണ്ടെത്താനുള്ള ശ്രമം അവർക്ക് വേദന മാത്രമേ നൽകൂ. സോഫി ഉദ്ദേശിച്ചതും അതുതന്നെ. റോജറിനെ ജീവൻ വെപ്പിച്ച് ഒരു സോംബിയെ മാറ്റി ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചത് കണ്ടവൾ ക്രൂരമായി സന്തോഷിക്കുന്നതിലൂടെയാണ് കഴിഞ്ഞ എപ്പിസോഡ് നിർത്തിയത്. ടൗണിൽ ബോയിഡ് പുതിയ പരീക്ഷണത്തിന് ശ്രമിച്ചപ്പോൾ ഇവിടെ അതിൻ്റെ വിപരീതമായി ആ നാശം പിടിച്ച സ്ഥലം തിരിച്ച് ജനങ്ങളെ ഭയപ്പെടുത്തി. ഈ ഒരു സംഭവത്തോടെ ടൗണിലുള്ളവർ പുറത്തു കടക്കാൻ വേണ്ടി ഇനിയും ഇങ്ങനെ ഓരോന്നുണ്ടാവുന്നത് സഹിക്കാൻ തയ്യാറാവണോ അതോ വേണ്ടയോ എന്ന് തീരുമാനിക്കണം. കുടുങ്ങിക്കിടക്കുന്ന എല്ലാവർക്കും ജന്മനാട്ടിലേക്ക് രക്ഷപ്പെട്ടു പോകാൻ വഴിയൊരുക്കുമ്പോൾ കുറേ ആളുകളെ നഷ്ടപ്പെടുന്നത് താങ്ങാൻ ബോയിഡിന് കഴിയുമോ? നിങ്ങൾ പറ. അപ്പോൾ പുതിയ എപ്പിസോഡുമായി വീണ്ടും കാണാം. ഫ്രം എലീസ് ആൻഡ് കോയി.